ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ അടുത്തൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തായിരുന്നു പരിപാടി? നമ്മളിന്ന് അലമാര മേടിക്കാൻ പോകും. കബോർഡ്. ഞങ്ങൾ ഇന്ന് നമ്മുടെ ഇവിടെ ഹരാജ് മാർക്കറ്റ് ഉണ്ട് ദമാമിൽ. അവിടെ ഒരു കബോർഡ് അലമാര മേടിക്കാൻ പോകും. കുറേ നാളായിട്ട് നോക്കിയിരിക്കും. ഡ്രസ്സൊക്കെ നമ്മൾ നോർമലി നമ്മുടെ പെട്ടികളിലാണ് വെച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം അതിനകത്ത് വെച്ച് കൊള്ളുന്നില്ല. പുതിയ ഡ്രസ്സൊക്കെ കൂടുതലനുസരിച്ച് കൊള്ളുന്നില്ല. അപ്പം കരുതിയും ഒരു അലമാര മേടിച്ച് വെക്കാമെന്ന് കരുതി. സോ ഹരാജ് മാർക്കറ്റ് ഇവിടെ ദമാമിൽ നമുക്ക് ചീപ്പായിട്ട് ഐറ്റംസ് ബാർഗെയിൻ ചെയ്ത് മേടിക്കാൻ പറ്റുന്നൊരു സ്ഥലമാണ്. ഒത്തിരി ഐറ്റംസ്, ഫർണിച്ചർ, പലതരം. ഇപ്പം നമ്മുടെ വീട്ടിലെ സോഫ, ഡൈനിങ് ടേബിൾ, അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം നമ്മൾ അവിടെ നിന്ന് മേടിച്ചു വളരെ ചീപ്പായിട്ട്. പുറത്തെ ഷോപ്പുകളിൽ നിന്ന് ഒരു 1000 രൂപ കൊടുക്കുമ്പോൾ അവിടെ അതിലും ബിലോ ആയിട്ട് നമുക്ക് ബാർഗെയിൻ ചെയ്ത് മേടിക്കാൻ പറ്റുന്നത്. അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഐറ്റംസ് ആണ്. ഇപ്പോൾ യൂസ്ഡ് ഐറ്റംസ് ഉണ്ട് അവിടെ, പുതിയതായിട്ടുള്ള ഐറ്റംസും ഉണ്ട്. അങ്ങനെ നമുക്ക് സെലക്ട് ചെയ്ത് നമ്മുടെ ഇഷ്ടത്തിനുള്ള സാധനങ്ങൾ സെലക്ട് ചെയ്ത് മേടിക്കാം. അപ്പോൾ ഇന്നത്തെ ട്രിപ്പ് അങ്ങോട്ടാണ്. കണ്ട് ഒത്തിരി സാധനങ്ങളുണ്ട്, കാർപ്പറ്റ്സ്, അങ്ങനത്തെ ഒത്തിരി സാധനങ്ങളുണ്ട് അവിടെ. ചുമ്മാ ഒന്ന് പോയി കറങ്ങി കണ്ട് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ കണ്ടിട്ട് തിരിച്ചു വരാം. ഓക്കെ. മാർക്കറ്റിൻ്റെ അടുത്ത ഭാഗങ്ങളിൽ എത്തിയിട്ടുണ്ട്. ഇങ്ങനെ സ്ട്രീറ്റിൽ കൂടെ നിറച്ചും എന്തൊക്കെയോ വിൽക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ആട്ടോ ഹരാജ് മാർക്കറ്റിൻ്റെ പാർട്സ്. ഇവിടെയൊക്കെ അലമാരകളുണ്ട്. ഇവിടെയാണ് നമ്മൾ കഴിഞ്ഞ തവണയും വണ്ടി ഇട്ടത്. ഓക്കേ, നല്ല ലൈറ്റിങ്സ് ആണ്. സൂപ്പർ ലൈറ്റ്സ്, നല്ല കളർഫുൾ ആയിട്ടുള്ള മിറേഴ്സ്. നമ്മൾ ഹരാജ് മാർക്കറ്റിലെത്തി. അലമാര മേടിച്ചു. ഫസ്റ്റ് കടയിൽ തന്നെ നമ്മള് മേടിച്ചു. ഇവിടെ നമ്മളിവിടെ അപ്പാർട്ട്മെന്റ് എടുത്തപ്പം ഫസ്റ്റ് ബെഡും കട്ടിലൊക്കെ മേടിച്ച് കൊണ്ടുപോയി സാധനം കാണിച്ചു തന്നു. എങ്ങനെയുണ്ടായിരുന്നു അലമാര? അലമാര കുഴപ്പമില്ല, നല്ല അലമാരയാണ്. നമ്മള് 2 ഡോർ മേടിക്കാൻ വിചാരിച്ചു വന്നു, പക്ഷെ 3 ഡോറാണ് മേടിച്ചത്. കുറച്ച് സ്പേസ് അതിനാ. എക്സ്ട്രാ കബോർഡൊക്കെ ഫിറ്റ് ചെയ്യാനും ലോങ് കബോർഡ്സ് ആയിരുന്നു. ഷെൽഫ് ആക്കാനും ഹാൻഡിൽ മാറ്റാനും ഒക്കെ തന്നപ്പോൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു വർക്ക്ഷോപ്പിൽ പോയിട്ട് അവർ സാധനം കൊണ്ട് വരും. ഒരു 40 മിനിറ്റ്സ് 1 അവറിൽ സാധനം വരും. അപ്പൊ ആ ടൈമില് ഞങ്ങള് സോഫയുടെ ഫ്രണ്ടിൽ ഇടാൻ വേണ്ടി ഒരു ചെറിയ ടേബിള് നോക്കാന്ന് കരുതി ചുമ്മാ ഇങ്ങനെ കറങ്ങി നടക്കുവാണ്. എല്ലായിടത്തും കയറി, പക്ഷെ വലിയ കൊള്ളത്തില്ല. നല്ല ഐറ്റംസ് ഒക്കെ ഉണ്ട്, പക്ഷെ അത് വിത്ത് ചെയറാ നമ്മള് കണ്ടത്. നമുക്ക് ടേബിൾ മാത്രം മതി, നമുക്ക് ഒത്തിരി സ്പേസ് ഇല്ല. ഒരു ചെറിയ ടേബിൾ മാത്രം മതി. പിന്നെ ആക്ച്വലി നമുക്ക് കിച്ചണിലേക്ക് ഒരു ഷെൽഫൊക്കെ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു, ബട്ട് അത് ഓൺലൈനിലാണ് കുറച്ചും കൂടെ ബെറ്റർ. ഇവിടെ ഒരു 250 കാണുന്ന സാധനം 100-150 സാധനങ്ങൾ. സോ എടുത്തോണ്ട് പോകുന്ന ടേബിൾ കണ്ടോ? ഇവിടെ ഉണ്ടല്ലോ ഇങ്ങനെ സ്ട്രീറ്റ് മാർക്കറ്റ് പോലെ നോക്കാന്ന് കരുതി നിൽക്കുകയാണ്. അപ്പൊ ഷോപ്പിലൊക്കെ ഒരു ഷോപ്പ് ഉണ്ട്, നമ്മൾ അവിടെ കയറി നോക്കിയിട്ട് നമ്മൾ വരാട്ടോ. അത് കുറച്ച് സൈസ് കുറവാണ്, ബട്ട്
ഈ ഒരു സൈസായിരുന്നു നമുക്ക് നല്ലത് ആക്ച്വലി, പക്ഷെ സ്ക്വയർ മതി. ഇതാ ഇത് അത് കൊള്ളാം. താഴത്തേതും കൊള്ളാം, മുകളിലത്തേതും കൊള്ളാം. അത് രണ്ടും കൊള്ളാം. നല്ല ഗോൾഡനിഷ് ആയിട്ടുള്ള ഇഷ്ടംപോലെ സാധനങ്ങൾ. ഞങ്ങൾ ആ കടയിൽ നിന്ന് ഇറങ്ങി. ആക്ച്വലി മേടിച്ചില്ല അല്ലേ, ഞങ്ങൾ കുറച്ച് ടേബിൾസൊക്കെ നോക്കി. ബട്ട് കുറച്ച് സ്ഥലത്തും കൂടെ നോക്കിയിട്ട് മേടിക്കാമെന്നുള്ളൊരു പ്ലാനിൽ തൽക്കാലത്തേക്ക് അത് ഡ്രോപ്പ് ചെയ്തു. ഇപ്പോൾ ചെന്നെ പുതിയ ഏതോ കട കാണിച്ചു തരാമെന്ന് പറഞ്ഞ് കൊണ്ടുപോവാണ്. എങ്ങോട്ടാണെന്ന് അറിയത്തില്ല. ഒരു 1 hour എടുക്കുമായിരിക്കും അവർ നമ്മുടെ അലമാര ഡെലിവറി ചെയ്യണം. അപ്പോൾ അതിന് മുന്നേ ഉള്ള സമയത്ത് ഞങ്ങളിങ്ങനെ കറങ്ങി നടക്കുക. ഇനി ഏതാ കട എന്ന് കണ്ടിട്ട്, എന്ത് കടയാണ്? ഒരു കട കണ്ടിട്ട് പറയാം എന്ത് കടയാണ്. എന്നാലും എന്നാ കടയാ, എന്ത് കടയാ പറ. മുതലാക്കുകയാണല്ലോ, മുതലെടുക്കുകയാണ് സച്ചി. ഞാൻ പറഞ്ഞില്ല ടോപ്പ് 10 എന്ന് പറഞ്ഞില്ലായിരുന്നു. ഓ, ആ ബ്രിഡ്ജിന്റെ അവിടെയുള്ള ഓവർ ബ്രിഡ്ജ് താഴെ കാണുന്നേ. അത് ടോപ്പ് 10 വേറെ, ഇവിടെ വേറെ ടോപ്പ് 10 ഉണ്ട്. ഞാൻ ആ ടോപ്പ് സെന്റർ ആണ്. ടോപ്പ് സെന്റർ എന്നാണ് പേര്, ടോപ്പ് 10 അല്ല. അവിടെ എന്താ ഉള്ളത്? അവിടെ ഡ്രസ്സസ്. ആക്ച്വലി നമുക്കൊന്ന് കറങ്ങിയിട്ട് വരാം. ഡ്രസ്സസിന്റെ ഏരിയയിൽ നമുക്ക് കറങ്ങാൻ ഇഷ്ടമാണ് അല്ലേ? എനിക്കിഷ്ടമാണ്. എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. നോക്കാം എന്തൊക്കെയാണുള്ളതെന്ന്. ഇഷ്ടമില്ലാത്ത ആൾക്കാർ ഒന്നും മേടിക്കാനും പാടില്ല കേട്ടോ. എനിക്കിഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ ചിലപ്പോൾ മേടിക്കും. തീരെ ഇഷ്ടമില്ലാത്ത ആൾക്കാർ ഓൺലി ബിൽ പേയിങ്. സാലറി ഉള്ള ആൾക്കാർ സാലറി കൂടുതലല്ല, പേ ചെയ്യുന്ന ആളെ വെച്ചിട്ടുണ്ട്. അവിടെ ചെന്നിട്ട് കാണാം. അപ്പോൾ കടയിൽ കയറി നോക്കിയിട്ട് കാണാം. ആ കാണുന്നതാണ് ടോപ്പ് 10. അതാണ് ഡേ ആൻഡ് ഡേ. അതെന്താ ഫ്രണ്ടിൽ കാണുന്നത്? ഡേ ആൻഡ് ഡേ. ഇതാണ് ഡേ ആൻഡ് ഡേ. ഇതൊക്കെ നമ്മൾ വരാൻ പ്ലാൻ ഇട്ടേക്കുന്ന സ്ഥലങ്ങളാണ്, പക്ഷേ ഇതുവരെയും വരാൻ പറ്റിയിട്ടില്ല അല്ലേ? നമ്മൾ ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലൊക്കെ എപ്പോഴും റീൽസ് കാണാറുണ്ട്, ഇവിടെയൊക്കെ ഒത്തിരി ഓഫേഴ്സ് നടക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഒക്കെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം ഇന്ന് എന്തായാലും ഇറങ്ങിയ സ്ഥിതിക്ക് നമ്മളിപ്പോൾ ഡേ ആൻഡ് ഡേയിലാണോ പോകുന്നത്, ടോപ്പ് 10-ലോ? എവിടെയെങ്കിലും ഉറത്ത് കയറി നോക്കാം. നമ്മൾ ഡിന്നർ കഴിക്കാനായിട്ട് കേരള ബേക്ക് നമ്മുടെ അപ്പാർട്ട്മെൻറ്റിന് അടുത്ത് തന്നെ കേട്ടോ. നമ്മൾ ഇടയ്ക്ക് വരുന്നതാണ്, വന്നിട്ടുണ്ട്. പറയൂ, എന്താണ് സാർ കഴിക്കാൻ പോണേ? എന്താ കഴിക്കാൻ പോണേ? കൈ കഴുകണ്ടേ കുട്ടി ആദ്യം? എങ്ങനെയുണ്ടായിരുന്നു? അൽമാര മേടിച്ചു. പർച്ചേസ് അടിപൊളിയായിരുന്നു, കുഴപ്പമില്ലായിരുന്നു. നല്ല ഒത്തിരി സാധനങ്ങളുണ്ട് അല്ലേ? സോഫ ടേബിള്, ടീ ടേബിള് നോക്കിയിട്ട് കിട്ടിയില്ലെന്ന് സെൻസ് ഒത്തിരി നല്ലതുണ്ട്. ബട്ട് നമുക്ക് ഒത്തിരി സ്പേസ് ഇല്ല. കൂടെ വേറെ എവിടെയെങ്കിലും കൂടെ ഒക്കെ നോക്കിയിട്ട് ഓൺലൈനിലൊക്കെ നോക്കാമെന്ന് വിചാരിച്ച് തൽക്കാലത്തേക്ക് അത് ഡ്രോപ്പ് ചെയ്തു അല്ലേ? ആക്ച്വലി നമ്മൾ ടോപ്പ് 10-ലും പോയില്ല, നാളെ പോകാം എന്ന് പ്ലാൻ ചെയ്തു. ബിക്കോസ് അവരിപ്പോൾ ഡെലിവറിക്ക് വേണ്ടിയിട്ട് വരും, നമ്മൾ കഴിച്ചിട്ട് ചെല്ലാനുള്ള ടൈമേ ഉള്ളൂ. അതുകൊണ്ട് അത് പെൻഡിങ് വെച്ചു. അങ്ങനെ നമ്മുടെ കപ്പ വന്നു കേട്ടോ. നല്ല കപ്പ. ഇന്ന് സെർവിങ് ചേടവകയാണ്. കാലുണ്ടെങ്കിൽ കാലെനിക്ക്, അതേ ഒരു കാല്, ഒരു വലിയ കാല്. താങ്ക് യു. മതി 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 ബാക്കി എടുത്തോ.
കഴിച്ചു നോക്കി എങ്ങനെയുണ്ടെന്ന് പറ. കൊള്ളാമോ? ഞാൻ കപ്പ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ചിക്കൻ കറിക്ക് ചെറിയൊരു മധുരം. ഇതെനിക്ക് തോന്നുന്നു ഒന്നും കൂടെ നല്ലത് കപ്പത്തിൻ്റെ കൂട്ടത്തിലല്ലേ. ഇതിന് മുന്നേ ഞങ്ങൾ കപ്പയും ഫിഷ് കറിയും ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇറ്റ് വാസ് ഗുഡ്. അപ്പവും ഈ ചിക്കൻ കറിയും ട്രൈ ചെയ്തിട്ടുണ്ട്. ആ കോമ്പിനേഷൻ നല്ലതായിരുന്നു. ഇത്തവണ ഞങ്ങളത് മാറ്റി പിടിച്ചതാണ്. നോട്ട് ബാഡ്. ഓക്കെ, ഗുഡ്. അങ്ങനെ നമ്മുടെ അലമാര വീട്ടിലെത്തിക്കൊണ്ടിരിക്കുന്നു. അവരിങ്ങനെ പാർട്സ് ബൈ പാർട്സ് ആയിട്ടാണ് കൊണ്ടുവരുന്നത്. ഇതിപ്പോൾ അതിൻ്റെ ഡോറ് എത്തിച്ചിട്ടുണ്ട്. ഇതിന് ആക്ച്വലി വേറൊരു ടൈപ്പ് ഓഫ് ഹാൻഡിലായിരുന്നു. അപ്പോൾ നമ്മളത് ഹാൻഡിൽ മാറ്റിത്തരാൻ പറഞ്ഞ് കസ്റ്റമൈസ് ചെയ്ത് തന്നു. ഇതിനുള്ളിൽ ഫിക്സ് ചെയ്യാനുള്ള എന്താ പറയുക, കബോർഡ്സ് സെപ്പറേറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മുടെ സാധനങ്ങൾ ഓരോന്നായിട്ട് എത്തിക്കൊണ്ടിരിക്കുന്നു. അവർ കൊണ്ടുവരുന്നുള്ളൂ ബാക്കി സാധനങ്ങളൊക്കെ. അങ്ങനെ നമ്മൾ കബോർഡ് അലമാര എത്തി. 3 ഡോർ അലമാരയാണ് ഇവിടെ ഇപ്പോൾ വീട്ടിൽ കൊണ്ടുവന്ന് ഫിക്സ് ചെയ്ത് തന്നു പോയി. ആക്ച്വലി ഇത് ഫുൾ ഹാങ് ചെയ്യാനുള്ളതായിരുന്നു. 2 സൈഡിലും 2 എഡ്ജസിലും ഫുൾ ഹാങ് ചെയ്യാനുള്ളതായിരുന്നു. അപ്പോൾ അത് നമ്മൾ പറഞ്ഞ് കബോർഡാക്കി മാറ്റി. സെൻറ്ററിലൊരു പീസിന് മാത്രമേ ഷെൽഫ്സ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതെല്ലായിടത്തും നമ്മൾ ഷെൽഫാക്കി. ഇവിടെ 2 എണ്ണോ അപ്പുറത്ത് 3 എണ്ണോ ആക്കി ഒരേപോലെ വേണ്ടിയിട്ട് അത് നമുക്ക് എടുത്ത് മാറ്റാം. ജസ്റ്റ് റിമൂവ് ചെയ്യാവുന്നേ ഉള്ളൂ. മൂവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളതാണ്. പിന്നെ കരുതി 2 സ്ഥലത്ത് അതേപോലെ ആക്കാമെന്ന് കരുതി. പിന്നെ നോക്കി നമുക്ക് എന്തെങ്കിലും ക്ലോത്ത് വെക്കണമെങ്കിൽ വെക്കാമല്ലോ, നല്ലതാണ്. സോ അങ്ങനെ വെരി ഗുഡാ, കൊള്ളായിരുന്നു. ഫിറ്റ് ചെയ്തു, പാർട്സ് ആയിട്ട് കൊണ്ടുവന്ന് നിമിഷം കൊണ്ട് ഫിറ്റ് ചെയ്ത് തന്നിട്ട് പോയി. തുടയ്ക്കണം, പൊടിയുണ്ട്, ഒന്ന് നനച്ച് തുടച്ചിട്ട് കുറേ ക്ലോത്തൊക്കെ പുറത്തിരിക്കേണ്ട, അതൊക്കെ എടുത്ത് ഉള്ളിലേക്ക് വെക്കണം, പുറത്തിരിക്കുന്നതെല്ലാം. സോ യു വിൽ ഗോ ടു ദാറ്റ്. നല്ല പൊടിയുണ്ട്, നന്നായിട്ട് തുടയ്ക്കണം. കുറേ നാളായിട്ടുള്ള പ്ലാനാണ് നമ്മുടെ അലമാര. നമുക്കിവിടെ കബോർഡുണ്ട്, പക്ഷേ കബോർഡ് ഷെൽഫില്ല, ക്ലോസ്ഡ് അല്ല. അതിൻ്റെ ഒരു ഡോർ ഉണ്ടായിരുന്നത് ഇവരെടുത്ത് മാറ്റി. നമ്മൾ അപ്പാർട്ട്മെൻറ്റ് ഷിഫ്റ്റ് ചെയ്തപ്പോൾ മാക്സിമം നമ്മൾ താമസിക്കുന്നത് ഒരു ഹോട്ടൽ അപ്പാർട്ട്മെൻറ്റ്സ് ആയിരുന്നു മുമ്പ്. അത് ഇവരെ കൺവേർട്ട് ചെയ്തിപ്പം ഫാമിലി റെസിഡൻഷ്യൽ ബിൽഡിംഗ് ആക്കിയതാണ്. അപ്പോൾ അവർ ചെറിയ റിന്യൂവലൊക്കെ നടത്തി. ഇപ്പം പഴയ സാധനങ്ങൾ കുറേ അവരെടുത്ത് റിന്യൂ ചെയ്തു. എന്നിട്ട് പുതിയതാണ് എല്ലാം എടുത്ത് വെച്ചേക്കുന്നത്. ഇപ്പോൾ കുറേ സാധനങ്ങൾ പഴയതുണ്ടായിരുന്നതും പൊട്ടിപ്പോയതും കാര്യങ്ങളൊക്കെ അവരെടുത്ത് മാറ്റി. അത് കാരണം എന്തായി, കുറേ സാധനങ്ങൾ നമ്മളാണ് ഐ തിങ്ക് വൺ ഓഫ് ദ ഫസ്റ്റ് റെസിഡൻസ് നമ്മളാണ്. നമ്മൾ ഇത് റിന്യൂവൽ റെനോവേഷൻ കഴിഞ്ഞ് തുടക്കൽ പരിപാടിയാണ്. അപ്പം നമ്മളായിരുന്നു ആദ്യം ഫസ്റ്റ് വന്ന റെസിഡൻസ് നമ്മളായിരുന്നു. നമ്മളിവിടെ വന്നതിന് പിന്നെയാണ് ഇവർ ഓരോ മുറി അപ്പാർട്ട്മെന്റ്സ് ആയിട്ട് കൊടുക്കുകയത്. ഓരോന്ന് കംപ്ലീറ്റ് ആകുമ്പോഴും നമ്മൾ ഫസ്റ്റ് ടൈമിൽ ഒരു 1 ഇയറിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഇവരുടെ 24/7 ഇവിടെ റെനോവേഷൻ വർക്ക് ആയിരുന്നു. രാത്രി അത് ഇപ്പോഴും ഇവർ മേളിൽ നിന്ന് പോലെ താഴോട്ട് ഓരോന്നായിട്ട് റിനോവേറ്റ് ചെയ്ത് ഇപ്പോൾ ഐ തിങ്ക് ഓൾമോസ്റ്റ് ഫില്ലായി. പിന്നെ ഇപ്പോൾ താഴെ കുറച്ച് ഷോപ്സ് ഉണ്ട്, അവിടുത്തെ റിനോവേഷൻ വർക്കാണ് ഇപ്പോൾ കറണ്ട് നടക്കുന്നത്. 2 ഇയേഴ്സ് ആയിട്ട് കണ്ടിന്യൂസ് റിനോവേഷൻ വർക്കായിരുന്നു ഇവിടെ, പാട്ടായിട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ ഐ തിങ്ക് ഓൾമോസ്റ്റ് ഒരു 4-5 ഇന്ത്യൻ കേരള മലയാളി ഫാമിലീസ് ഉണ്ട്, അല്ലാതെ ഇന്ത്യൻ ഫാമിലീസ് ഉണ്ട്, 1-2 പാകിസ്ഥാനീസ്, പിന്നെ കുറച്ചുണ്ട് ഈജിപ്ഷ്യൻസ്, ലബനീസ്, അങ്ങനെയുള്ള കുറച്ച് ആൾക്കാരൊക്കെ താമസിക്കുന്നുണ്ട്. കുഴപ്പമില്ല, അത്യാവശ്യം നമുക്ക്
ആക്സസിബിൾ ആയിട്ടുള്ള ലൊക്കാലിറ്റി, തൊട്ടടുത്ത് ലുലു, ഹോട്ടൽസ്, സൂപ്പർ മാർക്കറ്റ്, ഹൈവേയിലോട്ട് ആക്സസ് ഉണ്ട്. ഒരു നമുക്ക് ഇവിടെ നിന്ന് എളുപ്പമാണ്. ഇപ്പം കമ്പയർ ടു ഫോർ us ഇറ്റ്സ് വെരി എന്താ പറയുക, എല്ലായിടത്തോട്ടും പോകാനായിട്ടൊരു ഈസി ആയിട്ടുള്ള ആക്സസ് ഉള്ള സ്ഥലമാണ്. സോ അതുകൊണ്ടാണ് നമ്മൾ ആദ്യം കണ്ടത് എടുത്തത് അപ്പാർട്ട്മെന്റ് ഇവിടെ ആക്ച്വലി നമ്മള് 1 BHK നോക്കി. അതെ, ആക്ച്വലി ഞാൻ 1 BHKയുടെ ആഡ് കണ്ടു വന്നപ്പോഴേക്ക് ഒരു 1 ഡേ മുമ്പ് വേറൊരു ഫാമിലി അത് ഫിക്സ് ആക്കി, ഒരു ഈജിപ്ഷ്യൻ ഫാമിലി എടുത്ത്. അല്ലെങ്കിൽ ഞാൻ 1 BHK എടുത്തത് ഇതിന് തൊട്ട് നമ്മുടെ നെയ്ബർ തന്നെ, അതായിരുന്നു ഫസ്റ്റ് വന്നത്. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ റൂം പിന്നെ നോക്കിയപ്പം ഇവിടെ എനിക്ക് AC കോംപ്ലിമെൻ്ററി ആണ്, AC മേടിക്കേണ്ട വന്നില്ല. 3 AC കിട്ടി ഫ്രീ ആയിട്ട്. ഫ്രീ ആയിട്ടല്ല, സോറി, പൊടി ഞാൻ അപ്പഴേ പറഞ്ഞു ഇതേ പൊടി തട്ടാൻ നിൽക്കണ്ട, നല്ല പൊടിയുണ്ട്. ആക്ച്വലി നമുക്ക് ഇഷ്ടംപോലെ സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. അലമാരകൾ 2 ബെഡ്റൂമിലും ഉണ്ട്. പക്ഷേ ക്ലോസ്ഡ് അല്ല, കവേർഡ് അല്ല, പൊടി കയറും, ഭയങ്കരമായിട്ട് പൊടി കയറും. നമ്മുടെ അതർ ദാൻ ഡ്രസ്സ് സാധനങ്ങളൊക്കെ വെക്കാൻ ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട്, നമ്മുടെ അല്ലാത്ത ആക്സസറീസും സാധനങ്ങളും. അതെ, അപ്പൊ പൊടി കയറുവായത് കാരണമാണ് നമ്മൾ ഒത്തിരി നാളായിട്ട് ഇപ്പോഴാണ് ഇന്നാണ് അതിന്റെ സമയം വന്നത് എന്നാണ് മാത്രം. 2 years ആയിട്ടാണ് അതിന്റെ ഒരു സമയമായത്. പിന്നെ സ്റ്റാർട്ടിങ്ങിലൊക്കെ നമ്മള് ബാഗിൽ തന്നെ ചെറിയൊരു ഷെൽഫ് ഉണ്ട് നമുക്ക് ഇവിടെ, അതിലൊക്കെ വെച്ചാൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പൊക്കോണ്ടിരുന്നത്. ഇപ്പൊ പിന്നെ സാധനങ്ങൾ കൂടുതലായപ്പോ ഡ്രസ് കൂടി കാരണം അതുകൊണ്ടാണ് എന്നെക്കാളും ഡ്രസ് ഉണ്ട്. ഇന്ന് ഓഫീസിൽ പോകാൻ ഇഷ്ടംപോലെ ഡ്രസ് ഉണ്ട്. രണ്ടുപേരുടെ ഡ്രസ്സിന്റെ അളവുകൾ കൂടി കഴിഞ്ഞപ്പോ പിന്നെ അത് മാത്രമല്ല, നമുക്ക് ഫോൾഡ് ചെയ്ത് അവിടെ ഇവിടെ വെക്കുമ്പോ പൊടിയാകും. അപ്പൊ അങ്ങനെ ഒരു കണ്ടീഷൻ കേറിയ കട ഞാൻ ഇടയ്ക്ക് പറയണ്ടായിരുന്നു നമുക്ക് ഒരു കടയും കൂടെ നോക്കാം. ഇതിന്റെ ഹാൻഡിൽ മാറ്റി, എനിക്ക് നന്നായിട്ട് ഇഷ്ടം. സിൽവറിന്റെ ഒരു ചെറിയ റൗണ്ട് ആയിരുന്നു, പിടിക്കാനില്ലാത്ത നമ്മൾ കളറൊന്നും പറഞ്ഞില്ല, ജസ്റ്റ് ഹാൻഡിൽ ഒന്ന് ഈ ടൈപ്പ് ആക്കി തരാൻ മാത്രം പറഞ്ഞു. അത് കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞങ്ങളുടെ അലമാര റെഡി. ചെറിയൊരു വേറും ഇന്നത്തെ യാത്ര പർച്ചേസ് വർത്താറും. നമുക്ക് ഇതിനകത്ത് കുറച്ച് സാധനങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കാം. ഞാൻ ഇതെല്ലാം കൂടെ ഒരു കൂടി ചേർന്ന് കഴിഞ്ഞെങ്കിലും ഇത് വെച്ച് കഴിയുമ്പോൾ നമുക്കറിയാം ആർക്കും അവിടെ കൂടുതൽ ഡ്രസ്സുള്ളത്. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞു ഞങ്ങളുടെ പരിപാടികളൊക്കെ. ഇനി ഒന്ന് ബെഡ്ഷീറ്റൊക്കെ മാറ്റിയിട്ട് നമ്മൾ കിടക്കാൻ പോകുന്നു. എന്നാലും നമ്മളെല്ലാ പെട്ടികളെല്ലാം ഇനി 2 പെട്ടി കൂടി എടുത്ത് മാറ്റാനുണ്ട്. എല്ലാ സാധനങ്ങളും ഉപയോഗിക്കാത്ത സാധനങ്ങളൊക്കെ പെട്ടിയിലാക്കി. ഓൾമോസ്റ്റ് നമ്മൾ എല്ലാ സാധനവും അതിനകത്ത് ഫിറ്റായി. ഇനിയിപ്പോൾ വാഷ് ചെയ്യാനുള്ള നമ്മൾ ഡെയിലി യൂസിലുള്ള ഡ്രസ്സ് മാത്രം കുറച്ച് കൊടുത്തുള്ളൂ, ബാക്കിയൊക്കെ ഉള്ളിലാക്കി. ഇതൊക്കെ ഇരുന്ന പെട്ടികളെല്ലാം ഇനി കബോർഡിനുള്ളിൽ കയറ്റി. കൊള്ളാം, കുറേ നാൾ പ്ലാൻ ചെയ്ത് സംഭവം സെറ്റ്. അപ്പോൾ ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു, അലമാര ഷോപ്പിംഗ് പരിപാടികളൊക്കെ കഴിഞ്ഞു. അതിൻ്റെ അടുക്കി ഡ്രസ്സ് എടുത്ത് വെച്ചു. ഇനി ഒന്ന് ഫ്രഷപ്പ് ആകാം, കിടന്നുറങ്ങാം. അപ്പോൾ സീ യു ടുമോറോ. ഗുഡ് നൈറ്റ്. ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.